ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയോട് നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വൈജയന്തി നേരെ പോകുന്നത് കമലയുടെ അടുത്തേക്കാണ്. അപ്പോൾ വൈജയന്തി കമലയോട് പറയുന്നുണ്ട്, എനിക്കൊരു ഹോം നേഴ്സിനെ വേണം കമലയിടത്തി. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നിനക്കെന്തിനാ ഇനി വേറൊരു ഹോം നേഴ്സ്? ഉള്ളൊരുത്തിയാണെങ്കിൽ അവൾ 4 ആൾക്ക് സമമാണെന്നല്ലേ പറയുന്നേ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഉവ്വ, അവളെങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടാനാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം ബാലേന്ദ്രൻ അവൾക്കൊരു പ്രമോഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. ഇനി അടുക്കള പണിയൊന്നും ചെയ്യണ്ട, അമ്മയുടെയും ബാലേന്ദ്രൻ്റെയും കെയറിങ് മാത്രം. അവളെ എനിക്ക് അവിടെ ആവശ്യമില്ല. കമലയെടുത്ത് വേറെ ആളെ കിട്ടുമെന്ന് നോക്ക്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ അമ്മ ഇവിടെ കൊണ്ടുവന്നാക്കും. പിന്നെ അവളുടെ സേവനം അവിടെ ആവശ്യമില്ലല്ലോ. അമ്മയുടെ പേരും പറഞ്ഞ് അവൾക്ക് അവിടെ നിൽക്കാനും പറ്റില്ല. അത് പറഞ്ഞിട്ടാണല്ലോ അവളെ ഈ കുടുംബത്തോട്ട് കെട്ടിയെടുത്തത്. അപ്പം കമല പറയുന്നുണ്ട്, അയ്യോ വൈജേ, നീ എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. ഒന്നാമതേ ബാലേന്ദ്രൻ നീയുമായിട്ട് അടഞ്ഞു നിൽക്കുക. ഇതിൻ്റെ ഇടയിൽ നീ അവളെ പിരിച്ചുവിടാൻ നിന്നാ ബാലേന്ദ്രൻ നിന്നോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ. നിനക്കറിയാലോ വൈജേ, എനിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന്. അവളവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ അവളെ പിരിച്ചുവിടാൻ നിന്നാ എല്ലാവരും നമുക്കെതിരെ തിരിയും. ബാലേന്ദ്രൻ മാത്രമല്ല, മനുവും വെറുതെ ഇരിക്കില്ല. നമ്മൾ തോറ്റു പോകത്തുള്ളൂ വൈജയ്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അപ്പോൾ കമലയെടുത്ത് എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ അവളെ സഹിക്കണമെന്നോ? എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ കാണിക്കേണ്ടത് വാശിയല്ല, ബുദ്ധിയാണ്. നല്ലൊരു സന്ദർഭത്തിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കണം. അവളെ ഇപ്പോൾ സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്നവരെന്നെ അവളെ തള്ളി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അതിന് കുറച്ചും കൂടി ക്ഷമിച്ചേ പറ്റൂ. പിന്നെ കാണിക്കുന്നത് മാമച്ചനെയും ഗ്രേസമ്മേനെയാണ് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എന്നതാടി അലീന പറയുന്നത്? അവൾ എന്നാ ഇങ്ങോട്ട് വരുന്നേ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി ഇപ്പം അടുത്തൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അവിടുത്തെ ബാലേന്ദ്രൻ സാറ് ചേച്ചീനെ പോവാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, എന്നതാടി നീ പറയുന്നേ? അവൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോവാൻ റെഡി ആയിരിക്കുകയായിരുന്നല്ലോ, ഇപ്പം ഇതെന്നാ പറ്റി? ചേച്ചി പോവാൻ റെഡിയായി തന്നെ ഇരുന്നത്. അവിടുത്തെ സാറ് വന്നിട്ട് സാറിനോട് പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. സാറ് വന്നപ്പോൾ ചേച്ചിയോട് പോവണ്ടാന്ന് പറഞ്ഞു. എൻ്റെ ആൻറ്റി അവിടെ ആകെ പ്രശ്നമാണ്. അവിടുത്തെ വൈജയന്തി മേഡം ആണെങ്കിൽ ചേച്ചിയെ പറപ്പിക്കാൻ നിൽക്കുക. ആ സമയം സാറാണെങ്കിൽ ചേച്ചിയോട് പോവണ്ടാന്ന് പറയുന്നു. ചേച്ചിയാണെങ്കിൽ ചെകുത്താനും കടലിനും നടുക്കെത്തിയ അവസ്ഥയിലാണ്. അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, ആ കൊച്ചിൻ്റെ ഒരു അവസ്ഥയെ. സ്നേഹിക്കേണ്ട ആൾ ശത്രുവായി കാണുന്നു, ശത്രുവായി കാണേണ്ട ആൾ സ്നേഹിക്കുന്നു. അവളുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. അപ്പം മാമച്ചൻ പറയുന്നുണ്ട്, ഏതായാലും നമുക്കൊരു ദിവസം അവിടെ വരെ പോവാം. എന്താ അവിടുത്തെ അവസ്ഥ എന്ന് നേരിട്ട് കണ്ടറിയാലോ. അവളുടെ അവസ്ഥ മോശമാണെങ്കിൽ നമുക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോരാം. അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, അത് ശരിയാ. അവിടെ ചെന്നാൽ അവിടുത്തെ അവസ്ഥയൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാമല്ലോ. അവളാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും തുറന്നൊന്നും പറയില്ല. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അത് ആൻറ്റി പറഞ്ഞത് സത്യമാണ്. എൻ്റെ ചേച്ചി എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും സഹിച്ചും ക്ഷമിച്ചും നിൽക്കും. ഏതായാലും ചേച്ചി അവിടെ നിർത്താൻ എനിക്കും താല്പര്യമില്ല. അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, നമുക്കവിടെ നേരിട്ട് പോവാം. പറ്റുകയാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടു പോരാം. പിന്നെ കാണിക്കുന്നത് അലീനേനെയാണ് കേട്ടോ. അലീനയാണെങ്കിൽ ബാലേന്ദ്രന് കോഫിയൊക്കെ കൊണ്ട് മുകളിലോട്ട് ചെല്ലുന്നുണ്ട്. അലീനെ കണ്ടതും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ആ ചായ കുടിക്കാനുള്ള സമയമൊക്കെ ആയോ? അപ്പം അലീന പറയുന്നുണ്ട്, പിന്നെ മണി 4 അങ്ങനെ ബാലേന്ദ്രൻ കോഫിയൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കോഫി സൂപ്പറാട്ടോ. അപ്പം അലീന പറയുന്നുണ്ട്, താങ്ക് യു. സാറിനിപ്പോൾ ബെറ്ററായി ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ ബെറ്ററായി വരുന്നു. ഞാൻ അലീനോടൊരു കാര്യം ചോദിച്ചോട്ടെ? അലീന സത്യമേ പറയാവൂ. അലീന സത്യം മാത്രമേ പറയൂ എന്ന് എനിക്കറിയാം. എന്നാലും അപ്പം അലീന ചോദിക്കുന്നുണ്ട്, എന്താ സാർ, എന്താ അറിയണ്ടേ? അലീന എപ്പോഴെങ്കിലും അലീനയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ അലീന ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അലീനയുടെ മുഖത്ത് സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്കവരെ കാണാൻ ആഗ്രഹം തോന്നിയിട്ടില്ലേ? അപ്പം അലീന കണ്ണൊക്കെ തുടച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഉണ്ട്, ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. സ്വന്തം അച്ഛനമ്മയെ കാണാൻ ആർക്കും ആഗ്രഹമില്ലാത്തത്? അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ കണ്ടിട്ടുണ്ടോ അവരിൽ ആരെയെങ്കിലും, അച്ഛനെയോ അമ്മേനെയോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഉണ്ട്, ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരെ അത്? എൻ്റെ അമ്മയെ. ഒരുപാട് കൊതിച്ചിരുന്നു ഞാൻ എൻ്റെ അമ്മയെ കാണാൻ. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ കാണണ്ടായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെന്താ?
അപ്പം അലീന പറയുന്നുണ്ട്, അത് അത് പിന്നെ എൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. നിറയെ സ്നേഹവും വാത്സല്യവും ഒക്കെയുള്ളൊരമ്മ. പക്ഷേ ഞാൻ നേരിൽ കണ്ട എൻ്റെ അമ്മ എൻ്റെ സങ്കല്പത്തിന് നേരെ വിപരീതമായിരുന്നു. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പം നിൻ്റെ അച്ഛനോ? അച്ഛനെക്കുറിച്ച് അറിയുമോ നിനക്ക്? അപ്പം അലീന പറയുന്നുണ്ട്, അച്ഛനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നിനക്ക് അയാളെ കാണണം തോന്നിയിട്ടില്ലേ? അപ്പം അലീന പറയുന്നുണ്ട്, കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്കൊരച്ഛനുണ്ടല്ലോ, എന്നോട് നിറയെ സ്നേഹവും വാത്സല്യവും ഒക്കെയുള്ളൊരച്ഛൻ. അതുകൊണ്ട് തന്നെ അച്ഛനെ കാണാത്ത വിഷമമൊന്നും ഇപ്പം എനിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ്റെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. അലീന തന്നെ സ്വന്തം അച്ഛനായി അംഗീകരിച്ചതിലുള്ള സന്തോഷമാണ് കേട്ടോ ബാലേന്ദ്രന്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.